ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫയർമാൻ ഫയർവിമൺ പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 20 മാർക്കിന്റെ സുപ്രധാനമായ ടോപ്പിക്കിലെ ആദ്യ 9 മാർക്ക് ഫയർ എന്ന ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം ഫസ്റ്റ് എയ്ഡ് എന്ന ഭാഗമാണ്. അങ്ങനെ 9ഉം 9ഉം 18ഉം 2 മാർക്ക് IT ആക്ട് എന്നിങ്ങനെയാണ് നിങ്ങളുടെ സിലബസിലെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾ. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആദ്യ ഭാഗമായ ഫയർ എന്ന ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മസ്റ്റായും പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പുള്ള കഴിഞ്ഞ പരീക്ഷകളിൽ PSC ചോദ്യപേപ്പറുകൾ ഉൾപ്പെടുത്തിയ ഫയർ ട്രയാങ്കിൾ ജ്വലന ത്രികോണവുമായി ബന്ധപ്പെട്ടതും മറ്റു ചില പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഫയർഫോഴ്സിന്റെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ നിങ്ങൾ കാണുമല്ലോ. എൻ്റെ പേര് രാഖിൽ RS. അപ്പൊ നമ്മൾ ഇന്ന് ഫയർമാൻ ഫയർവിമൺ പരീക്ഷ, നിങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആദ്യ ഭാഗം ഫയർ എന്ന ഭാഗമാണ്. ഫയർ എന്ന ഭാഗത്തെ ആദ്യ ചോദ്യം ഒന്ന് കണ്ടാലോ? 2023 PSC ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജ്വലന ത്രികോണം ഫയർ ട്രയാങ്കിൾ പ്രകാരം ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? ചോദ്യം ആവർത്തിക്കുന്നു. ജ്വലന ത്രികോണം ഫയർ ട്രയാങ്കിൾ പ്രകാരം ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. 1 താപം, 2 കാർബൺ ഡൈ ഓക്സൈഡ്, 3 ഓക്സിജൻ, 4 ഇന്ധനം. ഫയർ ട്രയാങ്കിൾ എന്നാണ് പറയുക. അപ്പൊ 3 ഘടകങ്ങളെ കുറിച്ചാണ് ഇവിടുത്തെ ചോദ്യം എന്ന് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓപ്ഷൻ എ 1, 2, 4. 1, 2, 4. നമുക്കറിയാം, എന്താണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടുത്തെ ഒരു ഘടകമായിരിക്കാൻ സാധ്യതയില്ല. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് തെറ്റാണെന്ന് ഏതാണ്ട് ഒരു കോമൺ സെൻസ് വെച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2 വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കിക്കൂടെ? 2 വരുന്നത് ഇവിടെ 2 വരുന്നു, ഒഴിവാക്കി. അതുപോലെ ഇവിടെ 2 വരുന്നു, ഒഴിവാക്കി. ഉണ്ടോ? ഒന്നുകിൽ B അല്ലെങ്കിൽ D ആണ്. ഇവിടെ ഡിയിലും 2 വരുന്നു, D ഒഴിവാക്കി. അപ്പോ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടുന്നുണ്ട്. ശരി ഉത്തരം 1, 3, 4. അതായത് താപം, 3 ഓക്സിജൻ, 4 ഇന്ധനം എന്നിവയാണ് ഫയർ ട്രയാങ്കിൾ ഉൾപ്പെടുന്ന ഘടകം. അപ്പൊ ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഏതെല്ലാമാണ് എന്നതായിരുന്നു ഇവിടുത്തെ ചോദ്യം. ഉത്തരം ഏതൊക്കെ? ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അതായത് 1, 3, 4 ശരി ഉത്തരം കിട്ടിയല്ലോ. 1, 3, 4. അതായത് 1 താപം, 3 ഓക്സിജൻ, 4 ഇന്ധനം. ഇത് ശരി ഉത്തരമാണ്. ഇത് എങ്ങനെ ശരി ഉത്തരമായി? എന്താണ് ഫയർ ട്രയാങ്കിൾ? ഇത് എവിടെ നിന്നാണ് ഈ PSC ചോദ്യം ചോദിച്ചത്? ഫയർമാൻ ഫയർവിമൺ പരീക്ഷയിൽ ഈ ടോപ്പിക് എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കണ്ടോ നിങ്ങളുടെ സിലബസ്? ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ആണ്. 9, 9, 18 മാർക്കിന്റെ ടോപ്പിക്ക്. ആദ്യ ഭാഗമാണ് ഫയർ. ഫയർ എന്ന ഭാഗം 9 മാർക്കിനാണ് സിലബസിൽ ചോദിക്കുന്നത്. അതിൽ ബേസിക് കൺസെപ്റ്റ്, കമ്പേഷൻ, ടെമ്പറേച്ചർ ഒക്കെ പറയുന്ന കൂട്ടത്തിൽ കിടക്കുന്ന ടോപ്പിക് കണ്ടോ? ഫയർ ട്രയാങ്കിൾ. കണ്ടോ? ഫയർ ട്രയാങ്കിൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒന്നാണ്. ഫയർ ട്രയാങ്കിൾ ആണ്. പിന്നീട് നമുക്ക് ഒരുപാട് കെമിസ്ട്രി ഓഫ് ഹീറ്റ് കമ്പോഷൻ പറയുന്നുണ്ട്, മെത്തേഡ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ഷൻ പറയുന്നുണ്ട്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ പറ്റിയെല്ലാം നമ്മൾ പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ് ഈ ഫയർ എന്നത്. നമുക്ക് നല്ല ആഴത്തിൽ നല്ല ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോകാം. സമയം കളയുന്നില്ല, നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഏത് ക്വസ്റ്റിന്റെ ആണ്? ഫയർ ട്രയാങ്കിളിന്റെ പ്രകാരം നമുക്കെല്ലാം അറിയാം. മറ്റൊരു ചോദ്യമാണ്. ജ്വലന ത്രികോണം ഫയർ ട്രയാങ്കിൾ പ്രകാരം ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണെന്നുള്ളത് മറ്റൊരു ചോദ്യമായിരുന്നു. താപം, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 2023 പരീക്ഷയുടെ ചോദ്യമാണ്. ജ്വലന ത്രികോണം ഫയർ ട്രയാങ്കിൾ പ്രകാരം ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണെന്നാണ്. താപം ഒരു ഘടകമാണെന്നറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ഘടകമല്ലെന്ന് നമുക്കറിയാം, ഓക്സിജൻ ഘടകമാണ്, ഇന്ധനം ഘടകമാണ്. ഓക്കെ ആണല്ലോ? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം.
ജ്വലന ത്രികോണം. കണ്ടോ നിങ്ങൾ? ഫയർ ട്രയാങ്കിൾ ആണ് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ 3 ഘടകങ്ങൾ, ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂൽ. ഇതാണ് 3 ഘടകങ്ങൾ ത്രികോണത്തിൽ കാണപ്പെടുന്നു. പിന്നെ എന്താണ്? ഇത് ചേർന്നാണ് ചെയിൻ റിയാക്ഷൻ ഉണ്ടായി ജ്വലനം സംഭവിക്കുന്നു എന്നാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഘടകത്തെ നീക്കം ചെയ്യുകയോ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ ആക്റ്റീവായ അവസ്ഥയെ ഡീആക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തീയണയ്ക്കാൻ പറ്റുമെന്ന് ഏതൊരു പിന്നീട് ഫയർ റെസ്ക്യൂ സർവീസുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ജ്വലന ത്രികോണം ഫയർ ട്രയാങ്കിൾ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളുന്ന 3 ഘടകങ്ങൾ. 1 താപം, ഹീറ്റാണ്. 2 ഓക്സിജൻ ആണ്. 3 ഇന്ധനം അല്ലെങ്കിൽ ഫ്യൂൽ. ഇന്ധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ തന്നെ ആകണമെന്നില്ല. വിറക് ഒരു ഇന്ധനമാകാം, പേപ്പർ ഒരു ഇന്ധനമാകാം, പ്ലാസ്റ്റിക് ഒരു ഇന്ധനമാകാം. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ഒന്ന് നോക്കൂ നിങ്ങൾ. അഗ്നി ത്രികോണം അല്ലെങ്കിൽ ഫയർ ട്രയാങ്കിൾ എന്താണ്? നിർവചനമായിട്ട് ഇങ്ങനെ പറയാം നമുക്ക്. തീ ഉണ്ടാകുന്നതിനുള്ള രാസപ്രവർത്തനത്തെ മനസ്സിലാക്കുന്നതിനുള്ള ലളിതമായ ഒരു മാതൃകയാണ് അല്ലെങ്കിൽ മാർഗമാണ് അഗ്നി ത്രികോണം. തീ ജ്വലിപ്പിക്കാനും നിലനിർത്താനും ആവശ്യമായ 3 ഘടകങ്ങളായ താപം, ഇന്ധനം, ഓക്സിജൻ എന്നിവ ചേർത്തതാണ് അഗ്നി ത്രികോണം. ഓർക്കുക, തീ ജ്വലിപ്പിക്കാനും നിലനിർത്താനും ആവശ്യമായിട്ടുള്ള 3 ഘടകങ്ങളായ താപം, ഇന്ധനം, ഓക്സിജൻ. 3 ഘടകങ്ങളായ താപം, ഇന്ധനം, ഓക്സിജൻ എന്നിവ ചേർന്നതാണ് അഗ്നി ത്രികോണം എന്നറിയപ്പെട്ടു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ തീ ജ്വലിപ്പിക്കാനും അത് നിലനിർത്താനും ആവശ്യമായ ഏത് ഘടകങ്ങളാ? താപം, ഇന്ധനം, ഓക്സിജൻ എന്നിവ ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ഫയർ ട്രയാങ്കിൾ അഥവാ അഗ്നി ത്രികോണം എന്ന് പറയുന്നു. അഗ്നി ത്രികോണത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ജ്വലന ത്രികോണം എന്നും അറിയപ്പെട്ടു. അഗ്നി ത്രികോണത്തെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണോ? ജ്വലന ത്രികോണം എന്നും അറിയപ്പെടുന്നു. അഗ്നി ത്രികോണത്തിൽ 3 ഘടകങ്ങളായ ഓക്സിജൻ, അതുപോലെ ഇന്ധനം, അതുപോലെ തന്നെ ഏതാണ് 3ാമത്തെ ഘടകം? താപം. ഈ 3 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീക്കം ചെയ്യുന്നത് തടയുകയോ കെടുത്തിക്കളയുകയോ ചെയ്യുന്നു എന്ന് ഓർക്കണം. ഏതെങ്കിലും ഒരു വസ്തു നീക്കം ചെയ്യുന്നത് എന്ത് തടയാൻ? തീ തടയുകയോ തീ കെടുത്തിക്കളയുകയോ തീ നിർത്തിക്കളയുകയോ അല്ലെങ്കിൽ അണയ്ക്കാനോ ഒക്കെ കാരണമാകുന്നു. അപ്പോ ഫയർ ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു ഘടകം ഇല്ലാതായാൽ തീ അണയ്ക്കപ്പെടും അടിസ്ഥാനപരമായി എന്ന് ഓർക്കണം. അഗ്നി ത്രികോണം പലപ്പോഴും അഗ്നി സുരക്ഷാ പരിശീലനത്തിന്റെ അടിസ്ഥാന രൂപകമായി ഉപയോഗിക്കുന്നു. അപ്പൊ ഓർത്തിരിക്കണം, അഗ്നി ത്രികോണം അഗ്നി സുരക്ഷാ പരിശീലനത്തിന്റെ അടിസ്ഥാന ഘടകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് പലപ്പോഴും ഏത്? അഗ്നി ത്രികോണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോ അഗ്നി പരിശീലന ക്ലാസ്സുകളിലെ അടിസ്ഥാന ഘടകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അഗ്നി ത്രികോണം. 3 ഘടകങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നീക്കം ചെയ്താൽ ചെയിൻ റിയാക്ഷൻ കട്ടാവുകയും അവിടെ തീപിടുത്തം നിൽക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാന പാഠം ഓർക്കുക. അഗ്നി ത്രികോണത്തിലെ ഘടകങ്ങളുടെ വിശദീകരണമായി ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഒന്ന് നോക്കണേ, ശ്രദ്ധിക്കണം. ആദ്യ ഘടകം ഹീറ്റ് ആണ്, താപമാണ്, അല്ലെ? ജ്വലനം സംഭവിക്കുന്നതിന് താപത്തിന്റെ ഉറവിടം ആവശ്യമാണ്. ജ്വലിക്കുന്ന എല്ലാ വസ്തുക്കളും നീരാവി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. ആ ജ്വലിക്കുന്നതിന് തീർച്ചയായിട്ടും താപം വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ആവശ്യമാണ്. ജ്വലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്ത്? നീരാവി പുറപ്പെടുവിക്കുന്നു. തീയുടെ വ്യാപനത്തിനും പരിപാലനത്തിനും താപം ആവശ്യമാണ്. താപം സമീപത്തെ ഇന്ധനത്തിൽ നിന്നും ഈർപ്പം നീക്കം ചെയ്യുന്നു എന്ന് ഓർക്കണം. അപ്പോൾ സമീപത്തെ ഇന്ധനത്തിൽ നിന്ന്, ഇന്ധനം എന്ന് പറയുന്ന വാക്ക് ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ഫ്യൂലിലോട്ട് പറയുമ്പോൾ ഇന്ധനം, അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദ്രാവകമോ കെമിക്കലോ തന്നെ ആകണമെന്നില്ല. ഒരു തടിയോ വിറകോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒക്കെ തന്നെ ഇന്ധനമാകാം. ഇന്ധനത്തിലെ ഈർപ്പം നീക്കം ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് താപം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകമാണ്. തീയുടെ വ്യാപനത്തിനും തീ നിലനിർത്താനും തീയുടെ പരിപാലനത്തിനും ഒക്കെ തന്നെ താപം അത്യന്താപേക്ഷിതമായ ഘടകമാണെന്ന് ഓർക്കുക. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ ചൂടുപിടിപ്പിക്കുകയും അതിന്റെ പാതയിൽ ഇന്ധനം ചൂടാകുകയും ചെയ്യുന്നു. തുടർന്ന് ജ്വലന പ്രക്രിയ എളുപ്പത്തിലാക്കുന്നു. താപം എങ്ങനെ ജ്വലന പ്രക്രിയയിൽ ഒരു ചെയിൻ റിയാക്ഷനിൽ എളുപ്പമായി പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചുറ്റുപാടുമുള്ള വസ്തുക്കളെ കൂടി ചൂടുപിടിപ്പിക്കുന്നു, അല്ലെ? ചുറ്റുപാടുമുള്ള വസ്തുക്കളെ തീ പിടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ധനം അതിന്റെ പാതയിൽ വളരെ എളുപ്പത്തിൽ തീ പിടിക്കാൻ സഹായിക്കുന്നതിൽ ജ്വലന പ്രക്രിയ ഏറ്റവും എളുപ്പത്തിലാക്കുന്ന ഒരു ഘടകം കൂടിയാണ് താപം എന്ന് നമ്മൾ ഓർത്തിരിക്കണം.
താപത്തെക്കുറിച്ച് അത്രയും അറിഞ്ഞിരിക്കണം. ഇനി അഗ്നി ത്രികോണത്തിലെ രണ്ടാമത്തെ ഘടകം ഫ്യൂയലാണ്, ഇന്ധനമാണ്. എന്താണ് ഇന്ധനം? അഗ്നി ഉണ്ടാക്കണമെങ്കിൽ അത് കത്തിക്കാൻ ഒരു വസ്തു ഉണ്ടായിരിക്കണം, ശരിയല്ലേ? അഗ്നി ഉണ്ടാകണമെങ്കിൽ ഒരു വസ്തു എന്താ ഉണ്ടായിരിക്കണം കത്തിക്കാൻ. അതിനെയാണ് ഇന്ധനം, ഫ്യൂൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇതിനെ ഇന്ധനം എന്ന് വിളിക്കുന്നു, ഫ്യൂൽ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് ഇന്ധനം? അഗ്നി ഉണ്ടാക്കണമെങ്കിൽ, തീ കത്തണമെങ്കിൽ കത്തിക്കാൻ ഒരു വസ്തു ഉണ്ടായിരിക്കണം. ഇതിനെയാണ് എന്ത് വിളിക്കുക? ഇന്ധനം എന്ന് വിളിക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, ഇന്ധനങ്ങൾക്ക് ഇന്ധനമായി കണക്കാക്കാൻ പറ്റുന്ന പൊതുവെയുള്ള പദാർത്ഥങ്ങൾ ഏതൊക്കെയാ? പേപ്പർ പറയാം, എണ്ണകൾ പറയാം, വിറകല്ലെങ്കിൽ മരം പറയാം, വാതകങ്ങൾ, തുണിത്തരങ്ങൾ, ദ്രാവകങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നീ ജ്വലന വസ്തുക്കളെ എന്ന് വിളിക്കുന്ന പേരാണ് ഇന്ധനങ്ങൾ. കണ്ടോ? അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനങ്ങളായി കണക്കാക്കാത്തത് ഏത് എന്നൊക്കെ ചോദിക്കുക. അപ്പൊ അറിഞ്ഞിരിക്കണം, പൊതുവായി ഇന്ധനങ്ങളായി കണക്കാക്കാൻ കഴിയുന്നവയാണ് ഇതുപോലെയുള്ള വസ്തുക്കളെല്ലാം. ഇനിയും ഉദാഹരണം പറയാം നിങ്ങൾക്ക്. സ്പോഞ്ച് പറയാം, പിന്നെ പ്ലാസ്റ്റിക് പറയാം, ഇതൊക്കെ പറയാം നമുക്ക്. അപ്പൊ നോക്കുക, പേപ്പർ, എണ്ണകള്, മരം, വാതകങ്ങൾ, തുണിത്തരങ്ങൾ, ദ്രാവകങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നീ വസ്തുക്കളെല്ലാം എന്തായിട്ട് അറിയപ്പെടുന്നു? ഇന്ധനം, ഫ്യൂൽ എന്ന അർത്ഥത്തിലാണ് അഗ്നി ത്രികോണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇന്ധനത്തിന്റെ ഈർപ്പം, അവയുടെ വലിപ്പം, അവയുടെ ആകൃതി, അളവ് തുടങ്ങിയ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ധനം അത്ര എളുപ്പത്തിൽ എരിയുമെന്നും ഏത് താപനിലയിലേക്കാണെന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും, അല്ലെ? അപ്പോ ഒരു ഇന്ധനം എത്ര എളുപ്പത്തിൽ എരിയും, എത്ര എളുപ്പത്തിൽ ജ്വലിക്കും, എത്ര സമയം നീണ്ടു നിൽക്കും, അതിന്റെ താപനില മാക്സിമം എത്രയായിരിക്കും, താപനില എത്രയാണെന്നെല്ലാം നിർണ്ണയിക്കാൻ കഴിയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ധനത്തിന്റെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ഈർപ്പം, വലിപ്പം, ആകൃതി, അളവ്, 4 ഘടകങ്ങളാണ്. വസ്തുവിന്റെ എന്തൊക്കെയാ? വസ്തുവിന്റെ ഈർപ്പമാണ്, വസ്തുവിന്റെ അളവാണ്, വസ്തുവിന്റെ വലിപ്പമാണ്, ആകൃതി എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അത് എത്രത്തോളം ജ്വലിക്കും, എരിയും, എത്രത്തോളം അതിന്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും, ടെമ്പറേച്ചർ എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പോ ഒന്നാമത്തെ ഘടകം താപം നിങ്ങൾക്ക് മനസ്സിലായി, രണ്ടാമത്തെ ഘടകം ഇന്ധനവും മനസ്സിലായി. ഇനി മൂന്നാമത്തെ അഗ്നി ത്രികോണത്തിലെ ഘടകം ഓക്സിജൻ ആണെന്ന് ഓർക്കുക. ഓക്സിജൻ നമുക്കറിയാം, ജ്വലന പ്രക്രിയ നിലനിർത്താൻ ഓക്സിജൻ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് വളരെ അനിവാര്യമാണ്. അപ്പൊ ഓർത്തിരിക്കണം, ജ്വലന പ്രക്രിയ നിലനിർത്താനായിട്ട് നമുക്ക് ഓക്സിജൻ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് വളരെ അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കണം. ഓക്സിജന്റെ സാന്നിധ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജൻ കത്തുന്ന ഇന്ധനവുമായി പ്രതിപ്രവർത്തിച്ചുകൊണ്ട് പുറന്തള്ളുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഓർത്തിരിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നറിയപ്പെടുന്നത് ജ്വലന ത്രികോണത്തിൽ ഉള്ള ഒരു ഘടകമല്ല എങ്കിലും കത്തുന്ന ഇന്ധനം, നേരത്തെ പറഞ്ഞ ഫ്യൂലുമായി ബന്ധപ്പെട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ, ഓക്സിജനുമായി ബന്ധപ്പെട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഉൽപ്പന്നമായി പുറന്തള്ളുന്ന ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണെന്ന് ഓർക്കണം? 21%, 21%. ഓർക്കണം, ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21% എന്ന് ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അഗ്നി ത്രികോണത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഒന്ന് നമ്മൾ പറഞ്ഞു അത് താപമാണ്, രണ്ടാമത്തെ ഘടകം ഇന്ധനമാണ്, മൂന്നാമത്തെ ഘടകം ഓക്സിജൻ ആണ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് തീയുടെ വ്യാപനത്തെക്കുറിച്ച്, സ്പ്രെഡ് ഓഫ് ഫയറിനെ കുറിച്ച് ഒന്ന് അടിസ്ഥാനപരമായി അഗ്നി ത്രികോണവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ചെയിൻ റിയാക്ഷനിലൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇന്ധനം, ഓക്സിജൻ, താപം, ഇത് മൂന്നുമാണല്ലോ അടിസ്ഥാന ഘടകങ്ങൾ. എന്നീ 3 ഘടകങ്ങളെ കൂടാതെ ചെയിൻ റിയാക്ഷൻ കണ്ടോ നിങ്ങൾ എന്ന ഒരു ഘടകവും കൂടി തീ കത്തുന്നതിനും പടർന്നു പിടിക്കുന്നതിനും കാരണമാകാറുണ്ട്. ചെയിൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സാധാരണഗതിയിൽ അഗ്നി ത്രികോണം എന്നറിയപ്പെടുന്നത് 3 ഘടകങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ 3 ഘടകങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 ഘടകങ്ങളെ ചേർന്ന് ഒരു ചെയിൻ റിയാക്ഷനായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ നാലാമത്തെ ഒരു ഘടകമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ത് പറയാം? ചെയിൻ റിയാക്ഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ചിത്രത്തില്, ഫയർ ട്രയാങ്കിളിന്റെ ചിത്രത്തിൽ കണ്ടോ, താഴെയായിട്ട് ചെയിൻ റിയാക്ഷനും കൂടി വേണം ജ്വലനം സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തീ പടർന്നു പിടിക്കാൻ. അപ്പൊ സ്പ്രെഡിങ് ഓഫ് ഫയർ അല്ലെങ്കിൽ സ്പ്രെഡ് ഓഫ് ഫയർ, തീയുടെ വ്യാപനം എന്ന ആംഗിളിൽ നോക്കുമ്പോൾ ഫയർ ട്രയാങ്കിൾ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ ഒരു ഘടകമാണെന്ന് പറയാം. ഏത്? ചെയിൻ റിയാക്ഷൻ. അതാണ് നമ്മൾ ഇവിടെയും
പറഞ്ഞു നിർത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അഗ്നി ത്രികോണം എന്ന ഭാഗം പരിശോധിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് സ്പ്രെഡ് ഓഫ് ഫയർ അല്ലെങ്കിൽ തീയുടെ വ്യാപനം, ഇന്ധനം, ഓക്സിജൻ, താപം എന്നീ 3 ഘടകങ്ങളെ കൂടാതെ ഒരു ഘടകം കൂടി തീ കത്തുന്നതിനും പടർന്നു പിടിക്കുന്നതിനും ആവശ്യമാണ്. ആ ഘടകമാണ് ചെയിൻ റിയാക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞത്? ഇനി നമ്മൾ ഇതാ ഓർത്തിരിക്കുന്നത്, ഈ 4 ഘടകങ്ങളും ചേർന്ന് വരുന്ന തീയുടെ വ്യാപനത്തെ ശക്തിപ്പെടുത്തുന്ന, വ്യാപനത്തിന് കാരണമാകുന്ന ആ ഒരു പ്രക്രിയക്ക് വിളിക്കുന്ന പേരാണ് ഫയർ ടെട്രാ ഹെഡ്രോൺ എന്നറിയപ്പെട്ടു. അപ്പൊ എന്താണ് ഫയർ ടെട്രാ ഹെഡ്രോൺ? ഫയർ ടെട്രാ ഹെഡ്രോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? ടെട്രാ ഹെഡ്രോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ റിയാക്ഷന്റെ ഭാഗമായി വരുന്ന ആദ്യ 3 ഘടകങ്ങളോടൊപ്പം നമ്മൾ ഫയർ ട്രയാങ്കിളിന്റെ ഭാഗമായി വരുന്ന ആദ്യ 3 ഘടകങ്ങളോടൊപ്പം ചെയിൻ റിയാക്ഷനും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫയർ ടെട്രാ ഹെഡ്രോൺ എന്നറിയപ്പെട്ടു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഈ 4 ഘടകങ്ങൾ ഏതൊക്കെ 4 ഘടകങ്ങൾ? താപം, 2 ഇന്ധനം, 3 ഓക്സിജൻ, 4 ചെയിൻ റിയാക്ഷൻ എന്നീ 4 ഘടകങ്ങൾ ചേർന്ന് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫയർ ടെട്രാ ഹെഡ്രോൺ എന്ന് വിളിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഇതാണ് ഫയർ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാം. അപ്പൊ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരേ ടോപ്പിക്കിൽ. ഫയർ ട്രയാങ്കിൾ നമ്മൾ കണ്ടു. ഫയർ ട്രയാങ്കിൾ എന്ന അല്ലെങ്കിൽ അഗ്നി ത്രികോണത്തിൽ ഉൾപ്പെടാത്ത ഘടകം ഏത് എന്നായിരുന്നു ചോദ്യം. ക്ലിയർ അല്ലേ? മറ്റൊരു പ്രീവിയസ് ഇയർ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം അല്ലെ? ദേശീയ അഗ്നിരക്ഷാ ദിനാചരണമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? എന്തുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓപ്ഷൻ എ കൊൽക്കത്ത കലാപം, ഓപ്ഷൻ ബി കൊച്ചി റിഫൈനറി തീപിടുത്തം, ഓപ്ഷൻ സി ഭോപ്പാൽ തീപിടുത്തം, ഓപ്ഷൻ ഡി ബോംബെ വിക്ടോറിയ തുറമുഖത്തെ അപകടം. എന്തുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഇവിടെ ചോദ്യം. ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാം? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ അപകടവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ചോദിച്ചാൽ ഏപ്രിൽ 14 ദേശീയ അഗ്നിശമന സേനാ ദിനം. കണ്ടോ? അപ്പൊ ദേശീയ അഗ്നിശമന സേനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏപ്രിൽ മാസം 14 ദേശീയ അഗ്നിശമന സേനാ ദിനം. ഏപ്രിൽ മാസം 14. എന്താണ് ആ സംഭവം? എന്തുമായി ബന്ധപ്പെട്ടാണ് ദേശീയ അഗ്നിരക്ഷാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 14 ആചരിക്കുന്നത്? ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് ശരി. എന്താണ്? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ അപകടമാണ്. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടാണ് ദേശീയ അഗ്നിരക്ഷാ ദിനാചരണമായി ഏപ്രിൽ 14 ആചരിക്കുന്നതെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഏപ്രിൽ 14 എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ. ഏപ്രിൽ 14 ഉദ്ദേശിക്കുക. അപ്പൊ എന്താണത്? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ അപകടം. അപ്പൊ എന്താണ് അപകടം? എന്നാണ് ഈ അപകടം ഉണ്ടായത്? 1944 ഏപ്രിൽ 14 1944 ഏപ്രിൽ 14 വിക്ടോറിയ പോർട്ടിൽ ബോംബെയിലെ വിക്ടോറിയ തുറമുഖത്തില് SS ഫോർട്ട് സ്റ്റിക്കൈൻ എന്ന കപ്പൽ ഉണ്ടായ തീപിടുത്തം ശമിപ്പിക്കാനായി ഇന്ത്യൻ അഗ്നിശമന സേന നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏപ്രിൽ മാസം 14 എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ അഗ്നിശമന സേനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഓർക്കണം. മറ്റു ചില ദിവസങ്ങൾ കൂടി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പതാക ദിനമായിട്ട് ആചരിച്ചപ്പോ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പതാക ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസം 8-ാം തീയതി. അതെന്തിന്റെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ഓയിൽ റിഫൈനറീസിൽ ഉണ്ടായ തീപിടുത്തം എന്നാണ് 1984 മാർച്ച് 8. കണ്ടോ? 1984 മാർച്ച് 8 കൊച്ചി ഓയിൽ റിഫൈനറീസിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ അതിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേരളത്തിൽ ഫയർഫോഴ്സ് എന്തായിട്ട് ഫയർ സർവീസസ് പതാക ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 8. അപ്പൊ ഓർക്കണം, ദേശീയ അഗ്നിശമന സേനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 14 ആണെങ്കിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പതാക ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 8. അപ്പൊ മാർച്ച് 8ഉം ഏപ്രിൽ 14. ഏപ്രിൽ 14 എന്തുമായി ബന്ധപ്പെട്ടാണ്? മുംബൈ വിക്ടോറിയ തുറമുഖത്ത് നമുക്കറിയാം SS ഫോർട്ട് സ്റ്റിക്കൈൻ ഉണ്ടായ തീപിടുത്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടും
കൊച്ചി ഓയിൽ റിഫൈനറീസിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് മാർച്ച് 8 കേരളത്തിൽ പതാക ദിനവും ദേശീയ അഗ്നിരക്ഷാ സേനാ ദിനവുമാണെന്ന് ഓർക്കണം അല്ലേ? കേരളത്തിൽ ഫയർഫോഴ്സ് ഉണ്ടോ? ഇല്ലേ? കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ആപ്തവാക്യമാണ് ത്രാണായ സേവാമഹേ എന്നാണ്. ത്രാണായ സേവാമഹേ എന്നാണ് സംസ്കൃത വാചകമാണ് ഇതിന്റെ അർത്ഥം. വി സെർവ് ടു സേവ് എന്നാണ്. വി സെർവ് ടു സേവ് എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ആപ്തവാക്യമാണെന്ന് ഓർക്കണം. എന്താണ്? ത്രാണായ സേവാമഹേ. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കുള്ള ഫയർമാൻ ഫയർവുമൺ പരീക്ഷയെ ആധാരമാക്കിയ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മികച്ച ക്ലാസുകൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ലഭ്യമാണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്മിഷൻ ഉറപ്പിക്കാം. ഒപ്പം നിങ്ങളെ മറ്റ് 2 കോഴ്സുകൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, CPO WCPO യൂണിഫോം തസ്തികയിലേക്കുള്ള ഈ പരീക്ഷയിൽ മാറിയ സിലബസ് മനസ്സിലാക്കി പഠിക്കണ്ടേ? ആദ്യമായിട്ടാണ് PSC 3 ടോപ്പിക്കുകൾ 3 സിലബസുകൾ പരിഷ്കരിച്ചത്. ഏതൊക്കെയാണ് 3 നിയമങ്ങൾ? ഒന്ന്, പഴയ IPCക്ക് പകരം ഭാരതീയ ന്യായ് സംഹിത 2023. 2, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. 3, CRPC 1973 പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. 3 നിയമങ്ങളും അടിമുടി സെക്ഷനുകൾ മാറി, നിരവധി സെക്ഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിലബസിൽ. അതെല്ലാം പഠിക്കണ്ടേ? അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട മാറിയ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ലഭ്യമാണ്. നിങ്ങൾക്ക് കോഴ്സിലേക്ക് സ്വാഗതം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ കേരള മോട്ടോർ വാഹന വകുപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ലൈസൻസ് ഉള്ളവരാണോ? ലൈറ്റ് വെഹിക്കിളും ഹെവി മോട്ടോർ വെഹിക്കിളും ഓടിക്കാനുള്ള ബാഡ്ജ് അടക്കമുള്ള യോഗ്യതകളുള്ളവരാണോ? നിങ്ങളെ മാടി വിളിക്കുകയാണ് കേരള യൂണിഫോം തസ്തികകളിലേക്കുള്ള ഡ്രൈവർ തസ്തിക. നിങ്ങളുടെ യൂണിഫോം തസ്തിക ഏതുമാകട്ടെ, ഡ്രൈവർ നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ഒരു കോംബോ ബാച്ച് ആരംഭിച്ചു. PSC ഡ്രൈവർ കോംബോ ബാച്ച് ആണ്. ഇതിന്റെ കോഴ്സ് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്കറിയാം. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സസ് ഫോർ ഓൾ ഡ്രൈവർ എക്സാംസ്, അതുപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, വീക്ക്ലി എക്സാംസ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, PDF നോട്ട്, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ, റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം ലഭ്യമാകുന്ന ഡ്രൈവർ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. മടിച്ചു നിൽക്കാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ താഴെ കാണുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫയർമാൻ ഫയർവുമൺ പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ഭാഗത്ത് വീണ്ടും കാണാം. ബൈ.